നമസ്കാരം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കെ സുധാകരൻ അഥവാ ഗിർ സുധാകരൻ, അതുമല്ലെങ്കിൽ മ്യാവ് സുധാകരൻ, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ മലയാള സിനിമയിൽ കണ്ട് പരിചയിച്ച എത്രയെത്ര ഹാസ്യ കഥാപാത്രങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് ആനന്ദിച്ച, സന്തോഷിച്ച, നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ പല പല പേരുകളിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവർ. അവരെക്കാളൊക്കെ എത്രയും മുകളിലാണ് ഈ പറയുന്ന ഗിർ സുധാകരൻ എന്ന വ്യക്തി. ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കാര്യം ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ സംഭവം എടുത്താൽ മതി. എന്താണ് കെ സുധാകരനെ അങ്ങനെ ഒരു വലിയ ഹാസ്യ കഥാപാത്രമാണെന്ന് പറയാൻ കാരണമെന്നല്ലേ, ഇന്നത്തെ DGP ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധ സമരത്തെ മുൻനിർത്തി മാത്രമാണ് അദ്ദേഹത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ കാട്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടു പരിചയിച്ച ഹാസ്യ കലാകാരന്മാരെക്കാൾ 10 മടങ്ങ് ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെന്ന് പറയേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതായത് 2 ദിവസം മുന്നെയാണ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതായത് ഈ കാണുന്നതാണ് ആ ഫേസ്ബുക്ക്. പിണറായി വിജയനുള്ള മറുപടി 23-ന് എന്ന് ഇന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ ഒരു കാർഡ് അടിച്ച് പ്ലേസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഞാൻ മറുപടി പറയുന്നു പറഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. അപ്പോ എന്ത് ചെയ്യാം, പിണറായി വിജയൻ മാർക്കറ്റ് വാല്യൂ ഉള്ള വ്യക്തിയാണ്, അദ്ദേഹത്തിന് മറുപടി എന്ന് പറയുമ്പോൾ കുറച്ച് അറ്റൻഷൻ എന്നിലേക്ക് വരുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. പിണറായി വിജയന്റെ ജൽപ്പനങ്ങൾക്കുള്ള എണ്ണിയുള്ള മറുപടി അന്ന് കാണും DGP ഓഫീസിന്റെ മുന്നിൽ ഞാൻ പറയുമെന്നൊക്കെ അതിന്റെ കൂട്ടത്തിൽ തള്ളി അങ്ങ് മറിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പോ അത് പറഞ്ഞതിന് ശേഷം ഇന്ന് ആ ദിവസം വന്നെത്തി. 2 ദിവസങ്ങൾക്ക് ശേഷം ആ ദിവസം വന്നെത്തി. ആ ദിവസം എങ്ങനെയാണ് കടന്നുപോയത്, അതിലെ കോമഡി എന്താണെന്നാണ് നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത്. അതായത് പ്രഖ്യാപിച്ചതുപോലെ ഇന്നായിരുന്നു ആ 23 രാവിലെ പതിവ് പോലെ മാപ്രകൾക്ക് മുന്നിൽ ആ ഗീർവാണം, അത് നമുക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ. പോണതിന് മുന്നോടിയായിട്ട് അദ്ദേഹം മാപ്രകളെല്ലാം വിളിച്ചു വരുത്തിയതിനു ശേഷം ആ കോളിന്റെ മുന്നിൽ പതിവ് ഗർജനം. നമ്മൾ കലാപത്തിനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾ ഇത്രയും സീനിയർ ലീഡേഴ്സ് പോകുന്നിടത്ത് ഒരു കലാപം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കും തോന്നുന്നുണ്ടോ? ഞങ്ങൾ കലാപകാരികളൊന്നുമില്ലല്ലോ. ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ്. ജനാധിപത്യ മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മാനിച്ചുകൊണ്ടും ഉള്ള സമരമുറകൾക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഗർജനം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ PR വർക്ക്, അതായത് കണകുണ ടീംസിന്റെ ക്യാമറകൾക്ക് മുന്നിലൂടെ സതീശനുമായി ഒരുമിച്ച് നടക്കുകയാണ്. ഇത് സതീശന്റെ പേജിൽ വന്ന ഫേസ്ബുക്ക് ലൈവാണ്. നോക്കിയേ. കൈ പിടിച്ച് കിടക്കാണ്. കണ്ടാൽ പരസ്പരം കടിച്ചു കീറുന്നവരാണെങ്കിലും കനകോലു അല്ലെങ്കിൽ കണകുണ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരുടെ കൈ പിടിച്ച് വധൂവരന്മാരെ പോലെയാണ് DGP ഓഫീസിന്റെ സമരത്തിന് പോകുന്നത്. ആ സമരത്തിന് പോകുമ്പോൾ തലപ്പൊക്കത്തോടു കൂടി ഗിറും, അദ്ദേഹത്തോടൊപ്പം വളരെ വിനീതനായ ഒരു വധുവിനെ പോലെ സതീശൻ നടന്നു പോകുന്നു. നോക്കൂ, എത്രമാത്രം സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നെഞ്ചു പിരിച്ചു പോവുകയാണ്. എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന തരത്തിൽ സുധാകരൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ ക്യാമറ വർക്കിന് ശേഷം DGP ഓഫീസിന് മുന്നിലെ ഉദ്ഘാടന വേദിയിൽ എത്തുന്നതാണ്. പിന്നീട് അവിടെയും നേരെ മൈക്ക് കിട്ടിയ ഉടനെ പതിവ് പോലെ പിണറായിക്കെതിരെ ഒരു കത്തിക്കയറൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കത്തിക്കയറൽ. കാര്യം ഇവിടെ കൊണ്ടുവന്ന വികസനമെല്ലാം ഉമ്മൻചാണ്ടിയാണ്. എന്നിട്ട് ആ വികസനം ഏതെന്ന് അദ്ദേഹത്തിൽ അറിഞ്ഞുകൂടാ. അത് കിടന്ന് തപ്പി നാട്ടുകാരടുത്ത് ചോദിച്ചിട്ട് പറയേണ്ട ഗതികേട് കണ്ടേ. ഉമ്മൻചാണ്ടിയെ കണ്ടുപഠിക്കണോ? ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ ഈ നാടിനുണ്ടായ വികസനം 1, 2, 3 എണ്ണി പറയാൻ നേട്ടങ്ങളില്ലേ? കേരളത്തിൽ ആദ്യമായ 6 മെഡിക്കൽ കോളേജുകൾ, എറണാകുളത്ത് മെട്രോ ട്രെയിൻ,
ആ മെട്രോ ട്രെയിൻ തുടങ്ങിയത് ഉമ്മൻചാണ്ടി, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയത് ഉമ്മൻചാണ്ടി. കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി. എറണാകുളത്ത് തന്നെ ഇതിൽ ടെക്നോ സ്മാർട്ട് സിറ്റി, എറണാകുളത്തെ സ്മാർട്ട് സിറ്റി ഒക്കെ ഈ നാടിന്റെ വികസനത്തിന് ചിറക് വെച്ച ഓരോ അധ്യായങ്ങളാണ് ചരിത്രത്തിൽ. ഈ പ്രസംഗത്തിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ഹാസ്യ കലാപരിപാടിയുടെ മൂർധന്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് അതിനുശേഷം വധുവായിട്ട് കൊണ്ടുവന്ന, അതായത് കൂടെ കൈപിടിച്ച് കൊണ്ടുവന്ന ആൾക്ക് അടുത്ത അവസരം കൊടുക്കുന്നു. അദ്ദേഹം ഇതുപോലെ കത്തി കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന്റെ പുറകുവശത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വെറുതെ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മാപ്രകളും ഇത് എന്ത് ചെയ്യില്ല, മൈൻഡ് ചെയ്യില്ല. അപ്പോ അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ ഒപ്പിക്കാൻ വേണ്ടിയുള്ള കലാപരിപാടികൾ ഇതിനോടൊപ്പം അരങ്ങേറിയാൽ മാത്രമേ ഇവരുടെ ക്യാമറ ഇതിൽ തങ്ങി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോ DGP ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് K സുധാകരൻ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾ കാണുന്നത്. ഇനി സ്പോർട്സ് വാർത്തയിലേക്ക് എന്ന് പറഞ്ഞ് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ എന്തുണ്ടാക്കണം, വാർത്തയ്ക്ക് അവിടെ തങ്ങി നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് ബാക്കിൽ നമ്മൾ ചാവേറുകളെ വിട്ടിട്ട് ഈ സ്റ്റേജിന്റെ പുറകുവശത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിന്നുകൊണ്ട് പോലീസിന് കല്ലെറിയണം. ആ കല്ലെറിഞ്ഞ് അവിടെ പ്രകോപനവും സംഘർഷവും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പോലീസ് തിരിച്ച് പ്രതികരിക്കും. അതായിരുന്നു ആവശ്യം. അപ്പോ ഈ സ്റ്റേജിന്റെ തൊട്ടു പിറകിലായതുകൊണ്ടാണ് ഈ വെള്ളം എല്ലാം അകത്തേക്ക് വരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോ അതിന്റെ ഫ്രണ്ടിൽ കിടന്ന് ഈ സംഘർഷം കാണിച്ചുകൊണ്ടിരുന്നപ്പോ അവർ ഈ സംഘർഷം ഉണ്ടാക്കുന്നവരെ പിരിച്ചുവിടാൻ വേണ്ടി ഒരു കണ്ണീർ വാതക ഷെൽ അവിടെ പ്രയോഗിച്ചു. ആ ഷെല്ല് പ്രയോഗിച്ചതിന് ശേഷമുള്ള ദൃശ്യമാണ് നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടായത്. അതായത് പിണറായി വിജയനെ കാണിച്ചു തരാമെന്ന ആ വ്യക്തിയാണ് അവസാനം പോണ പോക്ക് എന്നെ കൊണ്ടുപോണേ, എവിടെയെങ്കിലും അഡ്മിറ്റ് ചെയ്യണേ. സ്വരാജ് അവതരിപ്പിച്ച ചില രംഗങ്ങളെയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. അതായത് പിണറായി വിജയനെ 10 പറയാമെന്ന വ്യക്തിയെ അവസാനം തൂക്കിയെടുത്ത് കൊണ്ടുപോകേണ്ട സന്ദർഭത്തിൽ ആ കാണിച്ചു കൊടുക്കാൻ വന്ന ആളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിംഗ് വന്നത് ഇങ്ങനെയാണ്. സുധാകരൻ ദേഹാസ്വാസ്ഥ്യം, ആശുപത്രിയിലേക്ക് മാറ്റി. ഇതാണ് പിണറായി വിജയന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി 23-ാം തീയതി കരുതി വെച്ചിരുന്നത്. അവസാനം ചാണ്ടി ഉമ്മന്റെ വണ്ടിയിൽ എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണേ, 2 പേര് പിടിച്ചു താങ്ങിക്കൊണ്ടുവന്ന് കാറി കയറ്റി ഈ ബോഡിയെ ഉടയാതെ, അതായത് കല്യാണരാമ സിനിമയിൽ നമ്മളെ ഇന്നസെന്റിനെ കൊണ്ടുപോകും പോലെ ഇദ്ദേഹത്തെ തൂക്കിക്കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് ഗിർ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ മ്യാവ് എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അതായത് ഈ ഡയലോഗടിയും ഗീർവാണവും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ഉള്ളതാണ്, അതാവാം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാമറകളുണ്ട്, ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്, പറയുന്നതിനെ സംബന്ധിച്ച് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ്. ഏറ്റവും ഒടുവിൽ ഇതുപോലെയുള്ള വ്യാജത്തരം കാണിച്ചാൽ വലിച്ചു വാരിയിട്ട് ഉടുക്കുമെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായ്മയാണ് K സുധാകരൻ എന്ന് പറയുന്നത്. ആ ബുദ്ധിയില്ലായ്മയാണ് ഈ നാട്ടുകാരെടുത്തിട്ട് ഇങ്ങനെ പരിഹസിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. എന്തായാലും പരമദയനീയായി പോയി. ഈ നാട്ടിൽ പറയുന്ന പല ഹാസ്യ കഥാപാത്രം പോലെ ദശമൂലവും കീലേരി അച്ചുവും ഹൈദ്രോസ് ആയിട്ടൊക്കെ ഈ നിമിഷ നേരം കൊണ്ടുള്ള ആ വേഷപ്പകർച്ച കണ്ടിട്ട് കുടുകുടാ ചിരിച്ച് ഊപ്പാട് വന്നു എന്നതിനപ്പുറം ഇത്രയും ഒരു ഫീലുള്ള ഒരു സമരം ഈ അടുത്ത കാലത്ത് തലസ്ഥാനത്ത് കണ്ടിട്ടില്ല. കുറെ കാലത്തേക്ക് ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ TV-യുടെ മുന്നിലിരുന്ന് ചിരിച്ചു എന്ന് വേണം ഇന്നത്തെ ഈ സമര കോലാഹലങ്ങൾ കൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുണ്ടായ അനുഭവം എന്ന് പറയേണ്ടി വരികയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.